ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ്. ഹലോ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വിൻകെ ഒന്ന് മാറ്റിയിട്ട് പെറ്റൂണിയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബർഗണ്ടി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. പെറ്റൂണിയയിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നമ്മുടെ മറ്റേ ടൈഡൽ വേവിനെയൊക്കെ അപേക്ഷിച്ച് നല്ല സെൻസിറ്റീവാണ് കേട്ടോ. കട്ടിയില്ലാത്ത സ്റ്റെമ്മാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ട്. സീഡും വരുന്നതാണ്. ഇത് നമ്മുടെ ബ്ലാക്ക് ചെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ നമുക്ക് കട്ടിങ്സൊക്കെ വെച്ചാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റെമ്മും അത്യാവശ്യം കട്ടിയുള്ള സ്റ്റെമ്മാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനൊക്കെ കിട്ടും. അതായത് പിടിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സീഡും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് സീഡ് പിടിപ്പിച്ചെടുക്കുന്നത് അത്ര എളുപ്പമല്ല. കാരണം മുല്ലാക്കെ കിളിർത്തൊക്കെ വരുമെങ്കിലും അത് ചാഞ്ഞും ചെരിങ്ങും ഒക്കെ പോയിട്ട് എനിക്ക് അത് നല്ല രീതിയിൽ കിട്ടത്തില്ല കേട്ടോ. സ്റ്റെം ആകുമ്പോൾ നമുക്ക് കട്ടിങ്സ് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതും നമ്മുടെ റെഡ് ഉണ്ടല്ലോ, അതുപോലെ ഉള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല പ്ലാന്റാണ്. ഫ്ലവറും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ലൊരു കളറാണ് ഈ നമ്മുടെ ബ്ലാക്ക് ചെറി എന്ന് പറയുന്ന വെറൈറ്റിക്ക് കേട്ടോ. ഈ ഒരു കളർ തന്നെയാണ് നേരിലും കാണാനായിട്ട്. പിന്നെ നമുക്ക് പെറ്റൂണിയയും നമ്മുടെ വിൻകെ പോലെ തന്നെ അത്യാവശ്യം വെയിലൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെയിലത്തൊക്കെ വെക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ അടുത്തത് ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ. നാടനാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ലൊരു കളർ, എനിക്ക് കളർ എടുത്ത് പറയാനായിട്ട് അറിയുന്നില്ല. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ ആദ്യമൊക്കെ ഇത് കുറച്ചുകൂടി ഒരു ലൈറ്റ് കളറായിരുന്നു. ഇപ്പോൾ നല്ല വെയിലത്താണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ വെയിലത്ത് വെച്ചപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പെറ്റൂണിയയിൽ ഒത്തിരി സീഡ് വരുന്നുണ്ട് കേട്ടോ. ഓരോ ഫ്ലവറിൽ നിന്നും സീഡ് പോഡ് വന്നിട്ട് ഒരുപാട് സീഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സീഡ് ഇട്ട് വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാം. അതുപോലെ കട്ടിങ്സ് വെച്ച് വേണമെങ്കിലും പിടിപ്പിച്ചെടുക്കാം. കട്ടിങ്സാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് അങ്ങ് വളർന്ന് വരും. സീഡാകുമ്പോൾ പതിയെ അത് വളർന്ന് വരത്തുള്ളൂ. മറ്റേതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്ലാന്റാക്കി ഫ്ലവറാക്കി എടുക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കട്ടിങ്സ് വെച്ചാണ് കൂടുതൽ പിടിപ്പിക്കാറുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഒന്നും രണ്ടോ എന്നല്ല, നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. വെയിലത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല വെയിലത്തിരിക്കുമ്പോൾ ഇതുപോലെ നല്ല കളറിൽ ഫ്ലവറായി വരും. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റൽ വരുന്ന പെറ്റൂണിയാണ് കേട്ടോ. ആരൊക്കെ വന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ ഡബിൾ പെറ്റൽ വരുന്ന പെറ്റൂണിയ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ഈ ഒരു നല്ലൊരു കളറാണ് കേട്ടോ. ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇതും അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാ പ്ലാന്റും, അതായത് പെറ്റൂണിയ ആയാലും വിൻകയൊക്കെ ആയാലും നല്ല വെയിലത്ത് തന്നെ വെക്കുക. അപ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതും അതുപോലെ ഒത്തിരി പൂക്കൾ വരുന്നതും ഈ ഒരു സമയത്താണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പെറ്റൂണിയയും വിൻകയും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല വെയിലത്താണ് നിൽക്കുന്നത്. അപ്പോൾ വെയിൽ വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വാട്ടം പോലെയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ഷെയ്ഡിലൊന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മണ്ണിൻ്റെ നനവനുസരിച്ച് നമ്മൾ വെള്ളം കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ആ വെയിലങ്ങ് മങ്ങുന്ന സമയത്ത് നമ്മുടെ പ്ലാന്റ് വീണ്ടും പഴയതുപോലെ ഫ്രഷായി വരും. പക്ഷേ വെള്ളം അധികമായിപ്പോയാൽ പ്ലാന്റ് പെട്ടെന്ന് ചീത്തയായിപ്പോവും. വെള്ളം അല്പം കുറഞ്ഞാലും പ്രശ്നമൊന്നും വരത്തില്ല. പക്ഷേ വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് ടൈഡൽ വേവിൻ്റെ റെഡ് പെറ്റൂണിയാണ് കേട്ടോ. അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളറല്ല കേട്ടോ. കുറച്ചുകൂടി നല്ല ഡാർക്ക് മെറൂൺ കളറാണ് നമ്മുടെ റെഡ് ടൈഡൽ വേവ് പെറ്റൂണിയയ്ക്ക് വരുന്നത്. വീഡിയോയിൽ കുറച്ചുകൂടി കളർ വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതിലും സീഡ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെമ്മ് വെച്ച് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. സ്റ്റെമ്മിനൊക്കെ നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് റൂട്ട് വരുന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതും കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വെയിലത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ പെറ്റൂണിയ പ്ലാന്റ്സും ഫ്ലവറും ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.